വേനൽ കടുത്തതോടെ ഇടുക്കിയിലെ ഏലം പരിപാലനം താളം തെറ്റി. ജലലഭ്യതക്കുറവ് മൂലം ഏലത്തിന് നനവെത്തിക്കാനും കഴിയുന്നില്ല. ഇതോടൊപ്പം ശക്തമായ വേനൽ ചൂടിൽ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങാൻ തുടങ്ങിയതോടെ വൻതുക മുടക്കി ചെറുകിട കർഷകർ പച്ചനെറ്റുകൾ വാങ്ങി വലിച്ചുകെട്ടി തണല് തീർക്കുകയാണ്. വേനൽ കടുത്തതോടെ കാർഷിക മേഖലയാകെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഏറ്റുവാങ്ങുന്നത് ഏലം മേഖലയാണ്. ഏലച്ചെടികൾക്ക് 30% തണലും തണുപ്പും എപ്പോഴും ആവശ്യമാണ്. എന്നാൽ വേനൽ ചൂടിന്റെ കാഠിന്യമേറി ജലസ്രോതസ്സുകൾ വറ്റിവരേണ്ടതോടെ ഏലച്ചെടികളുടെ പരിപാലനവും പ്രതിസന്ധിയിലായി. ചെടികൾ കരിഞ്ഞുണങ്ങി തുടങ്ങിയതോടെ പച്ചനെറ്റുകൾ വില കൊടുത്തു വാങ്ങി കർഷകർ കൃഷിയിടത്തിൽ വലിച്ചുകെട്ടി തണല് തീർക്കുകയാണ്. ഇതിനാകട്ടെ വൻ തുകയാണ് മുടക്കേണ്ടി വരുന്നത്. നമ്മൾ ജീവിതം പച്ചപിടിപ്പിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. ഇത്ര ഈ പുല്ലുമേട് ഷെയ്ഡ് തീരെ കുറവാണ്. അതുകൊണ്ട് കാലാവസ്ഥ പ്രതികൂലം, ഭയങ്കര ചൂട്, മരങ്ങളുടെ ഷെയ്ഡെല്ലാം കുറവായതുകൊണ്ട് ഈ നെറ്റ് മേടിച്ച് വലിക്കാതെ വേറെ യാതൊരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഇത്രയും പൈസ എല്ലാം മുടക്കി ഈ പണികൾ ചെയ്യുന്നത്. ഇതിൽ ഇപ്പോൾ ഞങ്ങൾ നെറ്റ് വലിക്കുന്നതിന് ഒരു 10,000-75,000 രൂപ ആയിട്ടുണ്ട്. കടകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നതും ഗ്രീൻ നെറ്റും പടുതയുമാണ്. അതുകൊണ്ട് തന്നെ വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഗ്രീൻ നെറ്റ് കമ്പനി വിലയ്ക്കും പടുതകൾ 50% വരെ വിലക്കുറവിലും വിൽപ്പന നടത്തുന്ന കടകളുമുണ്ട്. ഗ്രീൻ നെറ്റ് ഇപ്പം നമ്മൾ വ്യാപാരോത്സവം പ്രമാണിച്ച് ഈ കഴിഞ്ഞ ഡിസംബർ മാസം 15-ാം തീയതി ആരംഭിച്ച് മാർച്ച് മാസം 31-ാം തീയതി അവസാനിക്കുന്ന വ്യാപാരോത്സവം ഇടുക്കിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആയതുകൊണ്ട് ഗ്രീൻ നെറ്റൊക്കെ നമ്മൾ ലാഭം എടുക്കാതെ തന്നെ കമ്പനി വിലയ്ക്ക് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ പടുതാക്കുളത്തിലുള്ള പടുതകളെല്ലാം 50% ഡിസ്കൗണ്ടിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പകുതി വിലയാണ് നമ്മൾ പടുതകൾക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സിൽപോളിൻ്റെയും നെക്സ്പോളിൻ്റെയും പ്രമുഖ കമ്പനികളുടെ പടുതകളാണ് കൊടുക്കുന്നത്. നിലവിൽ നല്ല വില ലഭിക്കുന്ന സാഹചര്യത്തിൽ ഏതു വിധേനയും ഏലച്ചെടികളെ സംരക്ഷിക്കുന്നതിനുള്ള തത്രപ്പാടിലാണ് ഇടുക്കിയിലെ ഏലം കർഷകർ. അതേസമയം വരും ദിവസങ്ങളിൽ ചൂടിന്റെ കാഠിന്യം കൂടിയാൽ ഏലച്ചെടികളെ എങ്ങനെ സംരക്ഷിച്ചു പരിപാലിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സിറ്റി വിഷൻ, രാജാക്കാട്.